ഹലോ ഹായ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് റിക്കവറി ആയിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഓഫീസിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പുള്ളിക്കാരൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഇന്ന് കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം, അവനെന്തോ ഒരു ചെവി വേദന. അതുകൊണ്ടാണ് രണ്ടുപേരും ഇന്ന് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വരുന്നുണ്ട്. ആശുപത്രി പോകുന്നതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ കയറി വലിഞ്ഞു വരുന്നേ ഉള്ളൂ. അങ്ങനെ എന്നെ കൊണ്ടുവിട്ടിട്ട് രണ്ടുപേരും കൂടെ അതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വർക്കിംഗ് പ്ലേസിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഒരാൾ അവിടെ എന്നേക്കായി മുന്നേ പോയി എന്തൊക്കെയോ തപ്പി നിൽപ്പുണ്ട്. ഞാൻ നോക്കിയപ്പം ചാവി തപ്പുവാണ് കേട്ടോ. അതിനിടയ്ക്കൂടെ ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് രാവിലെ നല്ല പണി തന്നിട്ടാണ് പോയത്. പുള്ളിക്കാരൻ ഷട്ടർ ഇട്ട് പൂട്ടിയിട്ട് അങ്ങ് പോയി. പുള്ളിക്ക് കുറച്ച് ഓർമ്മശക്തി കുറവായതിനാലും ഞങ്ങളുടെ കയ്യിൽ താക്കോലില്ലാഞ്ഞതിനാലും പിന്നെ നമ്മുടെ വെൽഡേഴ്സ് വന്ന് വെട്ടിപ്പൊളിച്ചാണ് നമുക്ക് പൂട്ട് പൊളിച്ചിട്ടാണ്, പുള്ളിക്കാരൻ്റെ കയ്യിലും താക്കോലില്ലായിരുന്നു, പൂട്ട് പൊളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അകത്ത് കയറിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമറയുടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അവിടെ. അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ വർക്ക് ഇവിടെ ഒരു മൂലയിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. വർക്കേഴ്സ് അവിടെ നിന്ന് പണി ചെയ്യുന്നുണ്ട്, നമ്മുടെ വർക്കിംഗ് ഇവിടെ സ്റ്റാർട്ടായിക്കൊണ്ടേയിരിക്കും. പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിപ്പ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഏത്തയ്ക്ക മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അവൾക്കിന്ന് പൊതിച്ചോറുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഞാൻ കൈയിട്ട് വാരി ഒരു 2 സ്പൂൺ കഴിച്ചു. കാരണം ചോറ് കഴിക്കാൻ വയ്യ, ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പനി വന്നതിൻ്റെ. അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷെ കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാനാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിംഗ് ടൈമായി. അത് കഴിഞ്ഞിട്ട് ചായ വന്നു, എല്ലാം വന്നു, പണിയൊക്കെ കഴിഞ്ഞ് പൂട്ടി ഇറങ്ങി. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ആ അടൂർ സ്റ്റാൻഡിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പ്രസംഗവും അതുപോലൊക്കെ. അപ്പോൾ കുറേ തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് നമ്മുടെ ശ്രീകൃഷ്ണ അമ്പലത്തിൻ്റെ അടുത്തോട്ട് നടക്കും. അപ്പം അഞ്ചേട്ടൻ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവളെ ഞാൻ അവിടെ ആക്കിയിട്ട് എനിക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ അവൾ ഇവിടുന്ന് നമ്മുടെ സ്റ്റാൻഡിലോട്ട് നിൽക്കും, ഞാനിപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ ഒരു ജ്യൂസ് കട കേട്ടോ. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഷേക്കൊക്കെ ഉണ്ട്. ഒരു ദിവസം കയറണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു, ഒരു കട്ടൻ കുടിച്ചു. ഇപ്പോൾ പനി വന്നതിന് ശേഷം ചായ ഫുള്ള് നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കട്ടൻ കുടിച്ചു. കഴിക്കാനൊന്നും വാങ്ങിച്ചില്ല. എൻ്റെ ഫേവറേറ്റ് സാധനം മോദകവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി ആയതുകൊണ്ട് എണ്ണ സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് നാളത്തേക്ക് വർജിച്ചിരിക്കുകയാണ്. അപ്പോൾ